ഇലനക്കി നായയുടെ ചീർനക്കി നായ. കട്ടപ്പനയിൽ ഇന്ന് പോലീസ് 4 അംഗ സംഘത്തെ പിടികൂടി. ഇവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് കേട്ടാൽ തന്നെ മലയാളിക്ക് നാണക്കേടുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ്. കാരണം അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ഇവരുടെ ഇരകൾ. അന്യസംസ്ഥാന തൊഴിലാളികൾ നമുക്കറിയാമല്ലോ, ബീഹാറിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നും ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നൊക്കെ പ്രാണരക്ഷാർത്ഥം ഓടി വന്നിട്ടാണ് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത്. അവർക്ക് ഒരു ദിവസം 1000-1500 രൂപ വരെ ലഭിക്കുന്ന തൊഴിലാളികളുണ്ട്. അപ്പോൾ അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ 25 ലക്ഷത്തോളം വരുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലുള്ളത്. അവർക്ക് അത്യാവശ്യം നല്ല ജീവിത സാഹചര്യമുണ്ട്. മാത്രമല്ല അവിടെ ലഭിക്കുന്നതിനേക്കാൾ 5-6 ഇരട്ടി തുകയാണ് ഇവിടെ ഒരു ദിവസം അവർക്ക് ലഭിക്കുന്നത്. മാസ ശമ്പളക്കാരുണ്ട്, ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അങ്ങനെ നിരവധി തരത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ കട്ടപ്പനയിൽ നിരവധി അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ട്. അപ്പോൾ ഇവരെ കൊള്ളയടിക്കുന്ന ഒരു 4 അംഗ സംഘത്തെയാണ് കട്ടപ്പന പോലീസ് ഇന്ന് പിടികൂടിയത്. എന്തൊരു നാണക്കേടാണ്! ഈ പറയുന്ന പാവങ്ങൾ അവര് ജോലി ചെയ്തുകൊണ്ടൊക്കെ കാശ് തട്ടിയെടുക്കുക എന്നുള്ള ഒരു രീതി ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, ഈ ഇലനക്കി നായയുടെ ചീർനക്കി നായ എന്ന് പറയുന്നൊരു ചൊല്ലിനെ അനർത്ഥമാക്കുന്ന വിധമാണ് ഈ 4 പേരുടെ പ്രവർത്തനം. പോലീസ് പറയുന്നത് ഇവർ, അതായത് സുധീഷ്, പ്രമോദ്, ഹരി, സുധീഷ്, ഈ അവസാനം പറഞ്ഞ സുധീഷ് മലയാളിയല്ല, അയാൾ തോവാളത്തുള്ള ഒരു ആളാണ്. അയാളുടെ സ്വദേശം തോവാളമാണ്. അപ്പോൾ കട്ടപ്പന പോലീസ് പറയുന്നത് ഈ 4 പേരുടെ പരിപാടി കട്ടപ്പന ബിവറേജസ് കോർപ്പറേഷൻ്റെ അടുത്ത് ഇവരിങ്ങനെ പതുങ്ങി നിൽക്കും. എന്നിട്ട് ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ വരുമ്പോൾ അവരെ ഈ 4 അംഗ സംഘം വളഞ്ഞിട്ട് പറയുന്നത് ഞങ്ങൾ പോലീസുകാരാണ്, അതുകൊണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം എന്ന് പറയും. അവർക്കിതറിയില്ലല്ലോ ആരാ ഇത് മഫ്റ്റിയിലെ പോലീസുകാരാണെന്ന രീതിയിലാണ് ഇവരിടപെടുന്നത്. ആ രീതിയിലാണ് ഇവരുടെ കമാൻഡൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ പാവപ്പെട്ട അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവരുടെ ഈ ആവശ്യത്തിന് വഴങ്ങും. ഇവര് ദേഹപരിശോധന നടത്തും. അങ്ങനെ ദേഹപരിശോധന ഭാഗമായിട്ട് ഇവരുടെ പോക്കറ്റിലുള്ള മുഴുവൻ പൈസയും ഇവർ എടുക്കും. ഇതാണ് ഇവരുടെ രീതി. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഇവർ വളരെ നാളുകളായി ഈ കട്ടപ്പന ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റിന്റെ അവിടെ നിന്ന് ഇത്തരത്തിൽ അന്യ സംസ്ഥാന തൊഴിലാളികളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെന്ത് പാടുപെട്ടിട്ടാണ് ഇത്രയും പൈസ ഉണ്ടാക്കുന്നത്. അതിലൊരു ഭാഗം അവർ മദ്യപിക്കാൻ വേണ്ടി മാറ്റിവെക്കുന്നതാണ്. ആ പണം അടക്കം ഇവരുടെ അധ്വാനത്തിന്റെ തുകയടക്കമാണ് ഈ 4 അംഗ ക്രിമിനൽ സംഘം തട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇവർ വലയിൽ വീഴുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ജാർഖണ്ഡ് സ്വദേശി 2 അന്യ സംസ്ഥാന തൊഴിലാളികൾ ഈ കട്ടപ്പന ബിവറേജിലേക്ക് വന്നു. മദ്യം വാങ്ങാനാണ് വന്നത്. പതിവ് പോലെ ഈ 4 അംഗ സംഘം ഇവരിലേക്ക് ചാടി വീണ് ഈ 2 പേരെയും പതിവ് പോലെ വിരട്ടി. ഞങ്ങൾ പോലീസുകാരാണ്, മഫ്റ്റിയിലാണ്, നിങ്ങളുടെ ദേഹപരിശോധന ആവശ്യമാണ്, അതുകൊണ്ട് ദേഹപരിശോധന നടത്തിയേ മതിയാവുകയുള്ളൂ. അങ്ങനെ ഈ 2 പാവപ്പെട്ട ജാർഖണ്ഡ് തൊഴിലാളികളുടെ പോക്കറ്റിൽ അവർ സൂക്ഷിച്ചിരുന്ന, ഒരാളുടെ പോക്കറ്റിൽ 3500 രൂപയാണ് ഉണ്ടായിരുന്നത്, മറ്റേയാളുടെ പോക്കറ്റിൽ 7000 രൂപയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ 3500 രൂപയും 7000 രൂപയും അവരിൽ നിന്ന് ഈ 4 അംഗ സംഘം തട്ടിയെടുത്തു. പക്ഷേ മറ്റുള്ളവരെ പോലെ തന്നെ ഭയന്ന് ഇവർ നിന്നില്ല. ഇവർക്ക് എന്തോ ഒരു സംശയം തോന്നി. കാരണം അങ്ങനെ ഈ 7000 രൂപ എന്ന് പറയുന്ന അവരെ സംബന്ധിച്ച് വളരെ വലിയ തുകയാണ്. 3500 രൂപ എന്ന് വെച്ചാൽ അവരുടെ 4-5 ദിവസത്തെ അധ്വാനത്തിന്റെ കൂലിയാണ്. അപ്പോൾ അത്രയും പൈസ തട്ടിയെടുത്തപ്പോൾ ഇവർക്കൊരു സംശയം വന്നു. അങ്ങനെ ഇവർ കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഇതുപോലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾ ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ വന്നപ്പോൾ ഈ 4 പേർ തടഞ്ഞു നിർത്തി, എന്താണ് ഇവർ പോലീസുകാരാണോ എന്നുള്ള ഒരു സംശയം നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ് ഇവർ സ്റ്റേഷനിൽ പോയത്. അപ്പോൾ പോലീസുകാരല്ല. അങ്ങനെ കട്ടപ്പന പോലീസ് രഹസ്യമായിട്ടുള്ള നിരീക്ഷണം നടത്തിയപ്പോൾ ഈ 4 പേർ അവിടെ തന്നെ ഉണ്ട്. അവർ ഈ പറയുന്ന ജാർഖണ്ഡ് സ്വദേശികൾ പറയുന്ന രീതിയിൽ തന്നെ അന്യ സംസ്ഥാന തൊഴിലാളികളെ വിരട്ടി പൈസ മേടിക്കുന്നുണ്ട്. അങ്ങനെ കട്ടപ്പന പോലീസ് ഇവരെ കയ്യോടെ പൊക്കിയിരിക്കുകയാണ്. 4 പേരെയും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ജാർഖണ്ഡ് സ്വദേശികൾക്ക് സംശയം വന്നതുകൊണ്ട് മാത്രമാണ് അവർ ഇത്തരത്തിൽ പരാതി കൊടുത്തത്. ബാക്കി ഇനി എത്ര പേരെ ഇവർ തട്ടിച്ചു, എത്ര നാളുകൊണ്ടാണ് ഈ തട്ടിപ്പ് തുടരുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല. അത് ഈ 4 പേരെയും ചോദ്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ പോലീസിന് ബോധ്യപ്പെടുമായിരിക്കും. പക്ഷെ അങ്ങനെ ഉള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ തന്നെ ഇവർ ഈ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന പാവപ്പെട്ട തൊഴിലാളികളെ ഇത്തരത്തിൽ പിടിച്ചു പറിക്കുന്നുണ്ടോ, പോലീസാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നിത്യ കൂലി പിടിച്ചു പറിച്ച് കൊണ്ടുപോയി സുഖിക്കുന്ന ഈ 4 പേരെ എന്ത് പറയാനാണ്? എന്തൊരു നാണക്കേടാണ്. അപ്പോൾ ഇവരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, ചോദ്യം ചെയ്ത് തുടരുകയാണ്. എത്ര പേരെ തട്ടിച്ചു എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇവരിൽ നിന്നും ഈ ജാർഖണ്ഡ് സ്വദേശിയായിട്ടുള്ള ഒരാളിൽ നിന്ന് 7000 രൂപ തട്ടിയെടുന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ 7000 രൂപ കണ്ടെടുത്തു. 3500 രൂപ
കണ്ടെടുത്തില്ല. അത് എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നതിനെ കുറിച്ചൊക്കെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. അപ്പോൾ 7000 രൂപ തൊണ്ടി മുതൽ എന്ന നിലയിൽ ഇവരിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. തുടർന്ന് അന്വേഷണം നടക്കുകയാണ്. ഇവർ നേരത്തെ പറ്റിച്ചിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ് അത് ഇവർക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം സ്ഥിരമായി അവിടെ വരുന്ന പലർക്കും പേടിയാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ആ കട്ടപ്പന കേസിലേക്ക് വരാൻ പേടിയാണ്. കാരണം സ്ഥിരമായി ഈ 4 പേർ അവർക്ക് മുന്നിൽ ചാടി വീഴും പോലീസാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഭയന്നു പിന്മാറിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരെയൊക്കെ തന്നെ കണ്ടെത്തി ഇവരെ കൃത്യമായ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. ആ നിലയ്ക്കാണ് ചോദ്യം ചെയ്യൽ തുടരുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.